HS വിഭാഗം മലയാളം കവിതാലാപനത്തിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടിയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ജാൻവി വത്സരാജ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ സേക്രഡ് ഹാർട്ട്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. ഒരുപാട് സന്തോഷം തോന്നുന്നു കിട്ടിയപ്പോൾ. കുറേ സന്തോഷം. ആദ്യമായിട്ടാണോ മറ്റേ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്? അല്ല, ഞാൻ 1ാം ക്ലാസ് മുതൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ റിയാലിറ്റി ഷോയിലെല്ലാം പോയതുകൊണ്ട് അങ്ങനെ കുറച്ച് വർഷങ്ങൾ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പോൾ HS കഴിഞ്ഞ കൊല്ലമാണ് ഞാൻ ഒന്ന് ആക്റ്റീവായിട്ട് എല്ലാത്തിനും പങ്കെടുക്കാൻ തുടങ്ങിയത്. ഏതൊക്കെ റിയാലിറ്റി ഷോയിലാണ് പങ്കെടുത്തിട്ടുള്ളത്? ഞാനിപ്പോൾ ഫ്ലവേഴ്സിലെ ടോപ്പ് സിംഗറിലും പിന്നെ ഏഷ്യനെറ്റിലെ സ്റ്റാർ സിംഗറിലും പങ്കെടുത്തിട്ടുണ്ട്. വലിയൊരു കലാകാരിയാണല്ലോ അപ്പോൾ. ഇത് കവിതാലാപനം പഠിപ്പിച്ചത് ആരെങ്കിലുണ്ടോ? പരിശീലിച്ചത് ആരെങ്കിലുണ്ടോ? ഇല്ല, ഇത് ഞാൻ തന്നെ പഠിച്ചിട്ട് പോയിട്ട് പാടുന്നതാണ്. സ്വയം പഠിച്ചിട്ടാണ് അവിടെ ഫസ്റ്റ് അടിച്ചിട്ടുള്ളത് അല്ലേ? ഇനി സംസ്ഥാനത്ത് പോകണം. സംസ്ഥാനത്ത് പോകണം. അവിടെ ഫസ്റ്റ് അടിക്കുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്? ഒരു കോൺഫിഡൻസ് ഉണ്ട്, നോക്കാം. അപ്പോൾ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ റിയാലിറ്റി ഷോയിലൊക്കെ ഇനി പോകണം തോന്നാറുണ്ടോ? ഇല്ല, ഞാൻ ഓൾറെഡി 2 പോയതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടി വലുതായിട്ട് 10th + 2 എല്ലാം കഴിഞ്ഞിട്ട് പോകാമെന്ന് അങ്ങനെ വിചാരിക്കുന്നത്. ഇനി ജീവിതത്തിൽ അങ്ങോട്ടേക്ക് ഈ ഒരു കവിതയൊക്കെ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം, പാഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം ആഗ്രഹം? അത് ആഗ്രഹമുണ്ട്. ഫസ്റ്റ് കിട്ടിയപ്പോൾ എന്താണ് അഭിപ്രായം? സ്കൂളുകളിലും വീട്ടുകാർക്കെല്ലാം അഭിപ്രായം എന്തായിരുന്നു? എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ കൊല്ലം ഞാൻ കവിതയ്ക്ക് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലം എനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇതിൽ ഇപ്രാവശ്യം ഞാൻ നല്ലോണം പാടി. ഇപ്രാവശ്യം ഫസ്റ്റ് കിട്ടിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് അടിക്കാൻ പറ്റിയില്ല, അപ്പോൾ അതിൻ്റെ ഇപ്രാവശ്യം ഫസ്റ്റ് അടിച്ചിട്ട് കാണിച്ചു കൊടുത്തു. ഉള്ളിൽ പകയുണ്ടായിരുന്നു? അല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യമെങ്കിലും എനിക്ക് കിട്ടും എന്നുള്ളത്. അപ്പോൾ കിട്ടി, സന്തോഷമായി. അപ്പോൾ ഇനി എപ്പോഴാണ് റിയാലിറ്റി ഷോയിലേക്ക് പോകേണ്ടത്? എപ്പോഴാണ്? ഇനിയിപ്പോൾ ഞാനൊരു കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. പഠിത്തം കഴിഞ്ഞിട്ട് പോകാൻ ആഗ്രഹിക്കും? അതെ. അപ്പോൾ വലിയൊരു കലാകാരിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒരുപാട് റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്ത കുട്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് കിട്ടിയില്ല, ഇപ്രാവശ്യം ജില്ലയിൽ ഫസ്റ്റ് നേടി സംസ്ഥാന തലത്തിലേക്ക് സെലക്ഷൻ നേടിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷിക്കാം, അഭിമാനിക്കാം. എന്തായാലും സംസ്ഥാന തലത്തു നിന്നും അടിപൊളിയായിട്ട് കിട്ടട്ടെ. നമുക്ക് വേണ്ടിയിട്ട് കവിതയുടെ ഒരു 2 വരി പാടാൻ പറ്റുമോ? ഓക്കെ, മൃദമീയബ്ദം ഇതിൻജടത്തെ കുളിപ്പിക്ക മിഴികൾ ചൊരിയുന്ന പനിനീരിനാൽ നെഞ്ചിലുരുകും സ്നേഹത്താലേ സേചനം ചെയ്യുക. തുണ്ടുവിറകോരോന്നും ഇനി ഒരുക്കാമിതിഞ്ചിത മൃദമീയബ്ദം ഇതു നമ്മുടെ വാഴ്വിൽ നിന്നും ക്ഷതമായി വ്രണിതമായറ്റുപോം അവയവം പഴുത്തുരില ഒരു പാഴ്ത്തൂവൽ നിജകൃത്യം നിറവേറ്റിയിട്ടന്യമാവുന്നു കൊഴിയുന്നു. അന്യമാവുന്നിലെന്നാലതിന്നോർമ്മകൾ ഏതോ വന്യപുഷ്പത്തിൻ രൂക്ഷഗന്ധമാഹിയാം കാറ്റായി വന്നു ചൂഴുന്നു. ആരേ പാടുന്നു തമോഭൂവിൽ. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഒരു സിനിമാ പാട്ടും കൂടി പാടിത്തരാമോ? പാടും. പാലാഴിപ്പാൽ കോരി സിന്ദൂരപ്പൂ തൂകി പൊൻകുഴലൂതുന്നു തെന്നും തെന്നൽ. മിനിമോൾ തൻ ചിരി കാണാൻ കിളിമകളെ നിറലയമേ നിന്നുമൽ പൊൻതൂവല്ലൊന്നു നീ താത്ത. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. അടിപൊളി. എന്തായാലും നമ്മൾ ടോപ്പ് സിംഗറിലൊക്കെ പാടുന്ന ഇവിടെ വന്ന് പാടുമ്പോൾ നമുക്കൊരു അഭിമാനം, ഇവിടുത്തെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഇവർക്കും അഭിമാനം. ഒരുപാട് ഇനിയും നല്ല പാട്ടുകൾ പാടണം കേട്ടോ.
റിയാലിറ്റി ഷോ ഒരിക്കലും വിടരുത്. ഒരിക്കലും എപ്പോഴും പോകണം, പഠിത്തമൊക്കെ കഴിഞ്ഞ് ഉഷാറാക്കണം. ഓക്കെ.